ശരിയായിനാ ഇല്ലേ? ഒന്നുകൂടെ എടുക്കാം. 5-10 വയസ്സായി എടുക്കുന്നത്. ഇനി എന്നെ കൊണ്ടൊന്നാവൂല. മതി മതി, എത്ര നേരമായി ഞാൻ കാത്തുക്കുന്നത്. ഇനി എന്റെ എടുക്ക്. മാറി മാറി, ഇനി ചെക്കൻ വരട്ടെ. പക്ഷേ ഒന്നുകൂടെ എടുക്കായിരുന്നു. അതിനാ ചെക്കൻ സമ്മതിക്കണ്ടേ? ഒന്ന് അവനും കൂടെ എടുത്ത് കൊടുക്കടോ. തീർന്നിട്ടാച്ചാ, ഒരു ലൈവും കൂടെ പോകാനുണ്ട്. ലൈവോ? അത് നിങ്ങൾ ലൈവ് ചെയ്യാറില്ലല്ലോ. അത് ഞാനും ഏട്ടനും കൂടി പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അല്ലടാ. നമ്മൾ ഇന്നലെ സ്കൂൾ വിട്ട് വരുമ്പില്ല അച്ഛാ, നമുക്കൊരു നല്ലൊരു കണ്ടന്റ് കിട്ടി. അതപ്പൊ തന്നെ ചാനലാക്കിട്ട് ഇടാന്ന് വിചാരിച്ചു അല്ലടി? പുതിയ ചാനൽ തുടങ്ങിയിട്ട് നമ്മളോടൊന്നും പറ്റില്ലല്ലോ. ഒരു വാക്ക് നമ്മളോടും പറയായിരുന്നു. അപ്പൊ ഈ ചാനൽ നമ്മളും കൂടി ഉണ്ടാവില്ലേ? അല്ല, എന്താ കണ്ടന്റ്? സസ്പെൻസ് ആണോ, ഹാപ്പി ആണോ, ത്രില്ലർ ആണോ? നമ്മളെ കഥയില് സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, ആകാംക്ഷയുണ്ട് അല്ലടാ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ ലൈവാണിത്. അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിലോട്ട് ഒരു അതിഥി വരുന്നുണ്ട്. അപ്പോൾ ആ അതിഥിയെ പരിചയപ്പെടുത്താനാണ് ഈ ലൈവ്. അപ്പൊ ഇതാണ് നമ്മളെ വീട്ടിലേക്കുള്ള അതിഥികള്. അച്ഛന്റെയും അമ്മേന്റെയും ഒക്കെ മുഖഭാവങ്ങളൊക്കെ മാറി തുടങ്ങി. അതെന്താന്നൊക്കെ വഴിയെ മനസ്സിലാവും. എല്ലാരും വ്യക്തമായി മനസ്സിലാക്കി തരാൻ. മോളെ വീഡിയോ ഓഫ് ചെയ്. നിന്നോടല്ലേ പറഞ്ഞ വീഡിയോ ഓഫ് ചെയ്. അമ്മ എന്തുകൊണ്ടാ വീഡിയോ ഓഫ് ചെയ്യാൻ പറഞ്ഞതെന്ന് മനസ്സിലായോ? ഇത് നമ്മളെ അച്ചാച്ചനാണ്. നമ്മളെ അച്ചാച്ചൻ ഇത്രയും നാള് എവിടെയായിരുന്നു എന്നുള്ളതിന്റെ ഉത്തരാണ് ഈ ലൈവ് വീഡിയോ. സ്കൂൾ ടൂറിന്ന് വൃദ്ധസ്ഥാനത്തിലേക്ക് പോയപ്പോഴാണ് അച്ചാച്ചനെ കാണാനിടയായത്. നിങ്ങൾക്കറിയോ, ഇത്രയും കാലം അച്ചാച്ചൻ ബന്ധു വീട്ടിലായിരുന്നു എന്നാണ് അച്ഛനും അമ്മയും പറഞ്ഞത്. അമ്മ, ഇത് നമ്മളെ അച്ചാച്ചനാ? മോളെ, നീ ആദ്യം ക്യാമറ ഓഫ് ചെയ്. ഇതൊരു തെറ്റിദ്ധാരണ പുറത്താണ് കുട്ടികൾ ഇങ്ങനെ പറയുന്നത്, അല്ലാതെ അച്ഛനും നമ്മൾ അവിടെ ഉപേക്ഷിച്ചതല്ല. ഒരു തെറ്റിദ്ധാരണയുടെയും പുറത്തല്ല. ഒരു പെരുമഴയത്ത് നമ്മുടെ സ്ഥാപനത്തിന് മുന്നിൽ 10 മിനിറ്റിനുള്ളിൽ വരാമെന്ന് പറഞ്ഞ് ഈ പാവം മനുഷ്യനെ നിർത്തി പോയവരാ ഈ മക്കള്. എന്ന് എഴുതി നാട്ടാർ ഒത്ത അറിയിക്കേണ്ട വിഷയമാണ് സിസ്റ്ററെ. മോളെ, അത് ഓഫ് ചെയ്തേ. നാട്ടുകാർ ഈ വീഡിയോ കാണുമ്പോ നമുക്ക് ഇത്രയും വിഷമല്ലേ? അപ്പൊ ഇത്രയും കാലം വീട്ടുകാരെ കാണാതെ അച്ഛന് എത്ര വിഷമമുണ്ടായിട്ടുണ്ടാവും? ഇതുപോലെ പ്രായമായ പലരും ആ സ്ഥാപനത്തിലുണ്ട്. പക്ഷെ നിങ്ങളെ പോലെ വാതുക്കൽ ഉപേക്ഷിച്ച് പോയിട്ടില്ല. അച്ചാച്ചനും കുറച്ച് പറയാനുണ്ട്. അച്ചാച്ചൻ എന്നാ പറയാനില്ലേന്ന് നമുക്ക് ചോദിക്കാം. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മോനോടെ ഉപേക്ഷിച്ച് പോരുമ്പോൾ എനിക്ക് ഇത്ര പ്രയാസം തോന്നിയിട്ടില്ല. എൻ്റെ കൊച്ചുമക്കൾ അവിടെ വന്നിട്ട് എന്നെ തിരിച്ചറിഞ്ഞപ്പോ അച്ഛാ, അന്നത്തെ സാഹചര്യത്തിന് അങ്ങനെ പറ്റിപ്പോയതാണ്. എന്ത് സാഹചര്യം? നിസ്സാര കാര്യങ്ങൾക്ക് അച്ഛനമ്മമാരെ കൊണ്ടാക്കി പോകുന്ന മക്കളുണ്ട്. നിങ്ങൾക്ക് അച്ഛനെ ഞങ്ങൾ ഏൽപ്പിച്ചിട്ടെങ്കിലും പോവായിരുന്നു. പറ്റിപ്പോയി. സമൂഹം മൊത്തം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കറിയാം. വിശദീകരിച്ചിട്ട് ഒരു കാര്യമില്ല. അതിനുള്ള അർഹതയും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ക്ഷമിക്കണം. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരിക്കലും റീച്ചിന് വേണ്ടി ചെയ്ത വീഡിയോ അല്ല ഇത്. തെറ്റ് ചെയ്തത് നമ്മളെ അച്ഛനും അമ്മയാണെങ്കിൽ പോലും നമ്മളീ അവസ്ഥ വേറൊരു കുട്ടികൾക്ക് ഉണ്ടാകാൻ പാടില്ല.
ഒരുപാട് വീഡിയോ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ മോള് ചെയ്തതാണ് ശരിയായ വീഡിയോ. ഏട്ടനെ അച്ചാച്ചനെ കൂട്ടിയിട്ട് വന്നതിന് എനിക്ക് ഭയങ്കര ഇഷ്ടായി. അച്ചാച്ചനെ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവൂടാ. നമുക്കിനി അച്ചാച്ചനെ കൂട്ടിയിട്ട് റീൽസ് എല്ലാം എടുക്കാം. നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായപ്പോ അതൊരു വീഡിയോ വഴി പുറത്തു കൊണ്ടുവന്ന് നിന്നെ കൂട്ടുകാരി എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നു. അപ്പോൾ ഗൈസ്, നമ്മുടെ അടുത്ത വീഡിയോ ഉടൻ വരുന്നതായിരിക്കും.